പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഈ ലോകം ഇന്ന് വലിയ ഇരുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. മൂല്യങ്ങളുടെ ഇരുട്ട്, സ്നേഹത്തിൻ്റെ കുറവ്, സത്യത്തിൻ്റെ ക്ഷയം, അനീതിയുടെ ആധിപത്യം എല്ലാം ചേർന്ന് മനുഷ്യ ഹൃദയങ്ങളെ ഇന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അതിപ്രകാരം പറയുന്നു: വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇതാണ് തിരുവചനം. ആമേൻ. നമുക്കാദ്യം തന്നെ വെളിച്ചത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. വിളക്ക് തെളിയിക്കുന്നത് മറയ്ക്കുവാൻ വേണ്ടിയല്ല, അത് പ്രകാശിക്കുവാനാണ്. മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം എത്തിക്കുക എന്നതാണ് ആ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ഉദ്ദേശം. യേശു ഇവിടെ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുന്നു. ആരും ഒരു വിളക്ക് തെളിയിച്ച് പറയുടെ കീഴിലല്ല വയ്ക്കുന്നത്. കാരണം അതിൻ്റെ ഉദ്ദേശം അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതവും. സഭയിൽ മാത്രം നല്ലവരായി കാണപ്പെടുന്ന ഒരു ജീവിതം, പ്രാർത്ഥനാ മുറിയിൽ മാത്രം വിശുദ്ധരായി തോന്നുന്ന ഒരു വിശ്വാസം, എന്നാൽ സമൂഹത്തിൽ വെളിച്ചമാകാത്ത നമ്മുടെ ആത്മീയത, ഇത് പറയിൻ കീഴിൽ മറച്ചുവച്ച വിളക്കുപോലെയാണ്. രണ്ടാമതായി, വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രകാശമാകണം. യേശുതമ്പുരാൻ പറയുന്നത് ശ്രദ്ധിക്കുക: വിളക്ക് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ആദ്യം നമ്മുടെ വെളിച്ചം തെളിയേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണ്, നമ്മുടെ വീട്ടിലാണ് ആദ്യം വെളിച്ചം തെളിയേണ്ടത്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തിൽ, മാതാപിതാക്കളുടെ ക്ഷമയിൽ, മക്കളുടെ അനുസരണത്തിൽ, കുടുംബത്തിലെ സമാധാന അന്തരീക്ഷത്തിൽ. പലപ്പോഴും നമ്മൾ പുറത്ത് ആത്മീയരായി ജീവിക്കുമ്പോൾ വീടിനുള്ളിൽ കോപവും കഠിനവും അസഹിഷ്ണുതയും കാണപ്പെടുന്നു. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വെളിച്ചമല്ല. മൂന്നാമതായി, നല്ല പ്രവൃത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. യേശുതമ്പുരാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടു അല്ലെങ്കിൽ കണ്ടു, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു എന്ന്. പകരം അവൻ പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു എന്നാണ്. നമ്മുടെ ക്ഷമ, നമ്മുടെ സ്നേഹം, നമ്മുടെ സത്യസന്ധത, നീതി, സന്മനസ്, ഇവയൊക്കെയാണ് ലോകം വായിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ബൈബിൾ. ഒരു വാക്കുപോലും പറയാതെ തന്നെ നമ്മുടെ ജീവിതം ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതായിരിക്കും. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം. നാലാമതായി, മറയ്ക്കുന്ന വെളിച്ചം, അതൊരു ആത്മപരിശോധനയാണ്. ഇപ്പോൾ നമുക്ക് സ്വയം നമ്മോട് തന്നെ ചോദിക്കാം,
ഭയത്താൽ ഞാൻ എൻ്റെ വിശ്വാസം മറയ്ക്കുന്നുണ്ടോ? ലോകത്തെ പോലെ ജീവിക്കുവാൻ വേണ്ടി ഞാൻ വെളിച്ചം മങ്ങിയതാക്കുന്നുണ്ടോ? എൻ്റെ പാപങ്ങളാൽ ദൈവനാമത്തിന് അപകീർത്തി ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്നത് കാലം ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാണ്. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് എല്ലാവരെയും പോലെയാകുവാൻ വേണ്ടി, ഒരു വെളിച്ചമാകുവാനാണ്. അഞ്ചാമതായി, ചെറിയ വെളിച്ചം വലിയ മാറ്റങ്ങൾ വരുത്തും. ഒരു ചെറിയ വിളക്ക് ഒരു വലിയ മുറി മുഴുവനും പ്രകാശപൂരിതമാക്കും. ആയതുപോലെ നമ്മുടെ ചെറിയ നല്ല സൽപ്രവർത്തികൾ ഒരാത്മാവിനെ ദൈവത്തിലേക്ക് നയിച്ചേക്കാം. ഒരു സ്നേഹവാക്ക് ഒരു പക്ഷേ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന മനുഷ്യനെ രക്ഷിച്ചേക്കാം. നമ്മുടെ ഒരു സ്നേഹവാക്കുമതി. നമ്മൾ ചെറുതൊന്ന് കരുതുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ വലിയ വെളിച്ചമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അനുതാപ ഹൃദയത്തോടെ ഇപ്പോൾ സമീപിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വെളിച്ചമായി വിളിച്ചിട്ടും പലപ്പോഴും ഞങ്ങൾ അതിനെ മറച്ച് ഭയത്താലും പാപത്താലും ലോകസ്നേഹത്താലും ഞങ്ങളുടെ വെളിച്ചം മങ്ങിപ്പോയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അന്ധകാര പ്രവർത്തനങ്ങളെയും നിന്റെ തിരുരക്തത്താൽ തമ്പുരാനെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ അവിടുന്ന് തെളിയിക്കണമേ. വാക്കുകളാൽ മാത്രമല്ല, ജീവിതം കൊണ്ട് ഞങ്ങളെ നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ വീടുകൾ നിന്റെ വെളിച്ചമാകട്ടെ. ഞങ്ങളുടെ സഭ നിന്റെ വെളിച്ചമാകട്ടെ. ഈ ലോകത്തിൽ അങ്ങയുടെ മഹത്വം പ്രകടിപ്പിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളെ ആക്കി തീർക്കുമാറാകണമേ. എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് കരയേറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ.